വീഡിയോക്ക് തന്നെ മറ്റൊരു മുസ്ലിം പറഞ്ഞ മറുപടി, പ്രവാചകനെ ഇടയാളനാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഇമാം നബവി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് പുതിയ വിശദീകരണങ്ങൾ. നമ്മുടെ നാട്ടിൽ പല ആളുകളും അവരുടെ സമ്പത്തും സമയവും എല്ലാം ചിലവാക്കി ഉംറ കഴിഞ്ഞ് മദീനത്തെത്തി റസൂലുള്ളാഹിയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ തങ്ങളുടെ ആബലാദികളും വേബലാദികളും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുമെന്ന വിശ്വാസത്തോടുകൂടി, ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി അവർ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് ആബലാദികൾ ബോധിപ്പിക്കുകയാണ്, കൈപ്പൊന്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൈപ്പൊന്തിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് പറ്റും? മുശ്രിക്കാവുമായിരിക്കല്ലേ? മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹുൽ മുഹദ്ദബ് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, പിന്നെ ആദ്യം സലാം പറഞ്ഞ സ്ഥലത്തേക്ക്, അതായത് മുത്തനബി തങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരികയും അവന്റെ സ്വന്തം വിഷയങ്ങൾ മുത്തനബി തങ്ങളെ കൊണ്ട് തവസ്സുലാക്കുകയും അവിടുത്തോട് റബ്ബിലേക്കുള്ള ശുപാർശയെ ചോദിക്കുകയും വേണം. പ്രിയമുള്ളവരെ, ഇമാം നബവി റസൂലല്ല. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രമാണം പരിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തുമാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ പ്രവാചക സുന്നത്തിൽ വിശ്വസിച്ച വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ പൂർണ്ണാർത്ഥത്തോടു കൂടി അള്ളാഹുവിനെ പിൻപറ്റുക, റസൂൽ പൂർണ്ണാർത്ഥത്തോടു കൂടി റസൂലുള്ളാഹിയെ നിങ്ങൾ പിൻപറ്റുക, വൗലിൽ അംരി മിൻകും നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ പിൻപറ്റുക. ഇവിടെ ഖുർആന്റെ പ്രയോഗം നിങ്ങൾ ഓർക്കണം. എന്ന് പറയുന്ന പ്രയോഗം അല്ലാഹ് എന്ന പദത്തിന് മുമ്പ് അള്ളാഹു ഉപയോഗിച്ച പോലെ, അതി എന്ന് പറയുന്ന പ്രയോഗം റസൂൽ എന്ന പദത്തിന് മുമ്പ് അള്ളാഹു പ്രയോഗിച്ച പോലെ, ഉലുൽ അംറിന് മുന്നേ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗം നടത്തിയില്ല എന്ന് മാത്രമല്ല, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ഇനി നിങ്ങൾക്കിടയിൽ വല്ല ഭിന്നിപ്പും ഉണ്ടായാൽ നിങ്ങൾ അതിനെ മടക്കേണ്ടത് ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ്, പിന്നെ അള്ളാഹിന്റെ റസൂലിലേക്കാണ്. അവിടെ ഉലുൽ അംറിന്റെ പദം അല്ലാഹ് പരാമർശിക്കുക പോലും ചെയ്തില്ല. അതിനർത്ഥം പരിശുദ്ധ ഖുർആനിലും പ്രവാചക സുന്നത്തിലും ഇല്ലാത്തൊരു കാര്യം ഏത് പണ്ഡിതം പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ വിടുങ്ങേണ്ടുന്ന ബാധ്യത മുസ്ലിം ഉമ്മത്തിനില്ല എന്നർത്ഥം. തറക്തു ഫീക്കും അംറൈൻ, ഞാനിതാ രണ്ട് കൽപ്പനകൾ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. ലൻ തളില്ലു മാ തമസ്സക്തു ബിഹിമാ, അത് ശക്തമായ രൂപത്തിൽ നിങ്ങൾ ചേർത്ത് പിടിക്കണം. അതിലൊന്ന് കിതാബുല്ലാഹ്, അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. വസുന്നത റസൂലിഹി, രണ്ടാമത്തേത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തുമാണ് വിശ്വാസികളുടെ ബാധ്യത. ഏതു പണ്ഡിതൻ ഏത് വിഷയം പറഞ്ഞാലും, ഏത് അഭിപ്രായം പറഞ്ഞാലും അത് ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ അത് വിശ്വാസികളെ സ്വീകരിക്കും. ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തൊരു കാര്യം ഏതു പണ്ഡിതൻ പറഞ്ഞാലും, അത് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞാലും, ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞാലും, ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് അടക്കം പറഞ്ഞാലും, ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തൊരു കാര്യം അത് ഉൾക്കൊള്ളേണ്ടുന്ന ബാധ്യത മുസ്ലിം ഉമ്മത്തിനില്ല. അതാണ് മുജാഹിദ് പ്രസ്ഥാനവും ഇതര പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മുജാഹിദുകൾ ഒരിക്കലും മുഖല്ലിദുകളല്ല, പണ്ഡിതന്മാരെ അന്ധമായി പിൻപറ്റുന്ന മുഖല്ലിദുകളല്ല മുജാഹിദുകൾ. മുജാഹിദുകൾ മുത്തബിഉകളാണ്, പ്രമാണങ്ങളെ പിൻപറ്റുന്നവരാണ് എന്ന് ആത്മാർത്ഥമായി ഉൾക്കൊള്ളാനും പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്.